ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സൽവ സ്റ്റോറീസിലെ ഹിദായത്ത് എന്നുള്ള കഥ കാത്തിരിക്കായിരിക്കും അല്ലേ എല്ലാവരും? അപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ക്ഷമ ചോദിക്കുന്നു. നമ്മളെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, നോമ്പൊക്കെ ആകുമ്പോഴേ കുറച്ച് പ്രയാസം. നമ്മളെ നൂർ ഫാത്തിമ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നുസൈബ, അത് പിന്നെ ഞാൻ കുറച്ച് നേരത്തെ അല്ല, ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെയാണ്. കണ്ടില്ല, എപ്പോഴും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം 11 മണി കഴിഞ്ഞു. അപ്പോൾ കിച്ചൺ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എന്താ അവസാന ഘട്ടത്തിലാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ നിൽക്കൽ. സമയം ഇപ്പോൾ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ഹസ്ബൻഡ് ഇന്ന് ഇവിടെ ഇല്ല, പോയിക്കണേ, ജോലി സ്ഥലത്തേക്ക് പോയിക്കണേ. അപ്പോൾ കുറച്ച് വൈകിട്ട് ഞാനങ്ങനെ ചെയ്യാമെന്നും വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചല്ലോ, അല്ല ഡ്രസ്സ് എടുത്തോ എന്നൊക്കെ ചോദിച്ചല്ലോ അല്ലേ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ, ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഡ്രസ്സ് എടുത്തോ, ഞങ്ങൾ ഇന്ന ഡ്രസ്സാണ് എടുത്തത്, ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയണ്ട എല്ലാവരും. അതിലൊരു കമൻറ്റ് വന്നു, എനിക്ക് കേട്ടപ്പോൾ സങ്കടം തോന്നിട്ടാവോ, നമ്മൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത് തന്നൂടെ, ഞങ്ങളൊക്കെ പൈസ ഇല്ലാത്തവരാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് പഠിച്ചവന് അങ്ങനത്തെ ആളുകളും ഉണ്ടാവും, ശരിയാണ്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾക്ക് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഉണ്ടാവാൻ പോകില്ല. ശരിയാണ്, കുറച്ച് കൊടുക്കാം, പക്ഷേ എന്നും അതൊരിക്കലും ഓൾക്ക് തികയൂല. അത് പടച്ച റബ്ബന്നെ കൊടുക്കണമല്ലോ അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അത് എന്നാലേ അത് തികയുള്ളൂ. ഒരാൾ കൊടുത്തു വെച്ചിട്ട് ഒരാൾക്ക് ഒരിക്കലും തികയണില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, കടം കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ വീടില്ലാത്തവരെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കേട്ടോ. നമുക്ക് അറിയണ തന്നെ ഒരുപാട് ഫാമിലിയിൽ പെട്ടവരൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും പ്രയാസങ്ങളും തീർത്ത് കൊടുക്കട്ടെ. എല്ലാവരും കടങ്ങൾ കാര്യങ്ങൾ അതൊക്കെ പഠിച്ചോ തീർത്ത് കൊടുക്കട്ടെ. കാരണം അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ കുറച്ച് നല്ല കുറേ എന്ന് ചോദിക്കണം എന്നാണ് പറഞ്ഞത്. പഠിച്ചവൻ കുറേ ചോദിക്കണം എന്നാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുക പഠിച്ചവനോട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും തീർത്ത് തരട്ടെ. ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നവരുണ്ട് ക്യാഷിൻ്റെ കാര്യത്തിലൊക്കെ. വെച്ചാൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാധനത്തിൻ്റെ വില ആണെങ്കിലും കാര്യമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും മക്കളുടെ പഠനത്തിനും ചിലവിനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ ക്യാഷ് ഒന്ന് അത്യാവശ്യമാണ്. അവസാനത്തെ കിച്ചൺ വർക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഇടയിൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ഇതൊക്കെ ഇങ്ങനെ നോമ്പ് തുറക്കണ ആ ഒരു ടൈമിനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ ആകെ വൃത്തികേടൊക്കെ ആയി നിൽക്കുകയായിരിക്കും. അപ്പോൾ നമ്മളൊന്നും ശരിക്കും എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിടക്കാൻ നേരത്തെ ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ ചിലപ്പോൾ ചെയ്യൽ. പിന്നെ നമ്മൾ നിസ്കരിക്കാനൊക്കെ പോകില്ലേ, നമുക്ക് ടൈമില്ലല്ലോ. അങ്ങനെയൊക്കെ. അപ്പോൾ എന്തിനു പറഞ്ഞത്, നമ്മുടെ എല്ലാവർക്കും പഠിച്ച റബ്ബ് സാമ്പത്തിക ശേഷി നൽകട്ടെ, ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകട്ടെ. അങ്ങനെയൊക്കെ. കാരണം എന്തൊക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാ കാര്യത്തിനും നല്ല വിലയും കാര്യങ്ങളും ഒക്കെയാണല്ലോ. അപ്പോൾ കുറഞ്ഞ ക്യാഷ് കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് അല്ലേ ഉള്ളത് കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നലെ ഒരുപാട് കമൻറ്റൊക്കെ കണ്ടുട്ടോ, ഭയങ്കര സന്തോഷം. എല്ലാവരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ അതിങ്ങനെ ഞാൻ വായിച്ച് കേട്ടു. പിന്നെ നമ്മളെ ഷെഫി ഉസ്താദിൻ്റെ കഥ ഇങ്ങനെ സ്റ്റോറി ഞാനിങ്ങനെ എന്താ അതിനെക്കുറിച്ച് വിടണം വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാനിത് ഇങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. കാരണം നമ്മൾ ഷെഫി ഉസ്താദ് പിന്നെ ഗൾഫിലേക്ക് പോകും. ഗൾഫിലേക്ക് പോകുമ്പോൾ ആയിരിക്കും ഒരു പക്ഷേ അതിന് നല്ലൊരു ജീവിതം തുടങ്ങും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഒരു പക്ഷേ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മാറിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. ഇത് സഫമോളെ പാവയാണ് ഇങ്ങനെ സംസാരിക്കണം, പാവ പറഞ്ഞാണ്ട് ഉള്ളത് കിച്ചണിൽ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറിയൊക്കെ നല്ല അടിപൊളിയായി മാഷാ അല്ലാഹ് നമുക്ക് കൊണ്ടുവരണം. എല്ലാവർക്കും നല്ല സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോരുത്തർ പറയുന്നത് നിങ്ങളെ സ്റ്റോറി 3
മൂന്നിലും ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണല്ലോ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും ഒരു ഇറക്കത്തിൻ്റെ കയറ്റം എന്നൊക്കെ പറഞ്ഞ പോലെ, ഒരു സന്തോഷത്തിന് ദുഃഖം എന്ന് പറഞ്ഞ പോലെ എല്ലാം റെഡി ആവും കേട്ടോ. നിങ്ങളാരും വിഷമിക്കണ്ട. സ്റ്റോറി കേട്ട് ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വൈകാതെ തന്നെ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലിക്കാക്കാം. നോമ്പ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഉഷാറാക്കട്ടെ ഇൻഷാ അല്ലാഹ്. കുറേ ആൾക്കാർ കമൻ്റൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ. ഇനി നമ്മൾ നൂർ ഫാത്തിമ എനിക്ക് റെക്കോർഡ് ചെയ്യാണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കിടക്കുള്ളൂ. പിന്നെ 4 മണിക്ക് എണീക്കാൻ പിന്നെ ആയില്ലേ. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണേ വർക്ക് ഏരിയയിലാട്ടോ. വർക്ക് ഏരിയ എന്ന് വെച്ചാൽ നിങ്ങളൊന്നും വീഡിയോയിൽ കാണുന്നത് തന്നെ നമ്മളെ വർക്ക് ഏരിയ കണ്ടില്ല. നല്ല ചീവിടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു തണുപ്പാണ്. നമ്മൾ റൂമിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ചൂട്, ഫാൻ ഇട്ടാലും ഒരു ചൂടുള്ള കാറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം, റെക്കോർഡ് ചെയ്യലേ. അപ്പോൾ ഇവിടെ നല്ലൊരു തണുപ്പും കാറ്റും അതും ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ എന്നോട് എപ്പോഴും പറയും ഹസ്ബൻഡ് വാതിൽ എപ്പോഴും അടിച്ചിടണമെന്ന് പറയും, അല്ലെങ്കിൽ പറയാൻ പറ്റൂലല്ലോ. അങ്ങനെയൊക്കെ ഏതൊക്കെയാണ് ഒന്നും ഇപ്പോൾ ഇത് മറന്നിക്കണം കേട്ടോ. സമയം ഈ സമയം ആയി ചെയ്തിക്കണ്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടന്നിട്ടുണ്ടാവില്ലേ? മക്കളൊക്കെ കിടന്നു കേട്ടോ. ഞാനും മോൾക്കിപ്പോൾ ലീവാണ്. മോൾക്ക് ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെരുന്നാൾ കഴിഞ്ഞിട്ട് ക്ലാസ് എക്സാം 3-ാം തീയതി തുടങ്ങും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഓൾ ഇവിടെ ഉണ്ടാവും മക്കളും. പിന്നെ നാളെയും കൂടി ഉണ്ടല്ലോ +2ൻ്റെ എക്സാം മോൾക്ക്. നാളെ എക്സാം നാളെയും കൂടി കഴിയും. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണത് പെരുന്നാൾക്ക് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ച് ദിവസം കൂടി നോമ്പുണ്ടല്ലോ അല്ലേ. നിങ്ങളെ കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനതൊക്കെ എടുത്ത് വായിക്കും. നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു വിട്ടുള്ളൂ. എന്തായാലും നമ്മളീ ഗ്രൂപ്പിൽ നമ്മളീ വീഡിയോ കാണുന്ന എല്ലാവർക്കും പഠിച്ചവന് സാമ്പത്തിക ശേഷി നല്ല രീതിയിൽ നൽകട്ടെ. അതുപോലെ തന്നെ ഹൈറും ബർക്കത്തും ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ക്യാഷ് ഉണ്ട് വിചാരിച്ചിട്ടൊന്നും നമുക്ക് നല്ലൊരു ബർക്കത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ പഠിച്ചവൻ ബർക്കത്ത് ശരിയാണല്ലോ. അങ്ങനെ ആകുമ്പോഴാണല്ലോ നമുക്ക് നല്ലൊരു ഇത് കിട്ടുക അല്ലേ. അപ്പോൾ എല്ലാവരും ഉറങ്ങി തൂങ്ങിയിട്ടുണ്ടാവുകയാണെങ്കിൽ എൻ്റെ സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് കുറേ ഉണ്ട് കേട്ടോ. ചിലർ 12 മണി 12:30 വരെയൊക്കെ ഇങ്ങനെ. അപ്പോൾ ഓരോ താത്താരൊക്കെ ഇങ്ങനെ വിളിച്ച് പറയലുണ്ട്, ഞങ്ങളൊക്കെ കേട്ടിട്ടേ ഉറങ്ങാനുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെ തന്നെയാലും നമ്മളെ മക്കളെയൊക്കെ പഠിച്ച റബ്ബ് സ്വാലിഹായ മക്കളാക്കട്ടെ. മക്കളില്ലാത്തവർക്ക് പഠിച്ച മക്കളെ കൊടുക്കട്ടെ. ആൺകുട്ടികളും ഇല്ലാത്തവർക്കും പെൺകുട്ടികളില്ലാത്തവർക്കൊക്കെ കൊടുക്കട്ടെ. എനിക്ക് മാഷാ അല്ലാഹ് 3 പെൺകുട്ടികളാണ് പഠിച്ചു തന്നത് കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ മക്കളില്ലാത്തവരുണ്ട് കുറേ. ഇല്ലാത്തവർക്ക് പഠിച്ചവന് ഒരു കുട്ടീനെങ്കിലും കൊടുക്കട്ടെ അല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇല്ലാത്തവർക്ക് അതിൻ്റെ ഒരു വേദന അറിയുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ മക്കളെ നമ്മളിരിക്കുന്ന സമയത്ത് മക്കളെ അള്ളാഹു വിളിക്കൊണ്ടൊരവസ്ഥ അത് ഒരാൾക്കും വരാതിരിക്കട്ടെ. നമുക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണല്ലോ അല്ലേ ആ ഒരു സംഭവം. നമ്മളെ മാതാപിതാക്കളായാലും ഒക്കെ അങ്ങനത്തെ നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ എന്തൊക്കെ ഞാനിതിങ്ങനെ ഈ ഒരു മൺകുടുക്ക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മച്ചി പറഞ്ഞാൽ വയനാട്ടിലത്തെ വല്യമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് മൺകുടുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചട്ടി കണ്ടപ്പോൾ ഞാൻ വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ. വാങ്ങിയ വെച്ചാൽ വല്യമ്മ ഒഴിവാക്കിയത്. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഈ മണി പ്ലാന്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ പരിപാടി ഉള്ളവരുണ്ടോ നമ്മളെ സ്റ്റോറിയിൽ? അതായത് ഇങ്ങനെ ഈ ഇതിലൊക്കെ എന്തെങ്കിലും ചെടിയും കൊമ്പൊക്കെ കിട്ടിയാലേ ഞാൻ ഇതിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. ഇതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ചെടി ഉണ്ടാക്കി വെച്ചതാണ് മണി പ്ലാന്റ്. ഇതിങ്ങനെ അത് ചിലപ്പം വെള്ളയായി ഇങ്ങനെ പോവും, അങ്ങനെ കൂടുതലായിട്ട്. അതേപോലെ ഇത് ലക്കി ബാമ്പു. ഇത് പിന്നെ വാട്ടറിലാണ് ഇട്ടച്ചത്, വെള്ളത്തിലിട്ടച്ചതാണ്. ഓരോ പിരാന്തൊക്കെ വരലതാ. ഇതിൻ്റെ വേര് വന്നിക്കണ് കണ്ടില്ലേ, ലക്കി ബാമ്പു. ഇതുമ്പോൾ എന്തൊക്കെ ഒരു പൊടി എന്തൊക്കെ കഴിക്കണം. ഞാൻ കഴുകിയതിന് നല്ല ഇടയ്ക്കൊന്ന് കഴുകി കൊടുക്കുമ്പോൾ ഒരു വൃത്തിയാണ്. പക്ഷെ അതിന്മേൽ ഈ വേറെ എന്തൊക്കെ പൊടി പറ്റി പിടിച്ച് നിൽക്കണം. അതുകൊണ്ട്
വല്ലാതെ കൊണ്ട് പോകണില്ല. എന്നാലും വേരൊക്കെ വന്നിട്ടുണ്ട്. വെള്ളത്തിൽ വാട്ടർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ജഗ്ഗിൽ വെള്ളം നിറച്ചിട്ട് ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുക്കണം. ഇതിലിട്ട് കൊടുത്ത് കാണുന്നത് ഈ ജഗ്ഗ് എന്ന് വെച്ചാൽ ഒരു അറേബ്യൻ നാഷണൽ ബാങ്ക് ഓഫ് അബുദാബിയാണ്. ഇതിൻ്റെ ഇപ്പം ഗൾഫിൽ ഉള്ളപ്പോൾ കൊടുന്നതാണ് കേട്ടോ. ഇപ്പോൾ 22 വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മക്ക് ഞാൻ എന്തിങ്ങനെ എനിക്ക് ഈ ജഗ്ഗ് ഒഴിവാക്കി കുറേ പ്രാവശ്യം അണ്ണാച്ചിയെ കൊടുക്കാൻ വേണ്ടി നിന്നു. പക്ഷേ ഞാനത് കൊടുത്തില്ല. അതിങ്ങനെ കാണാൻ ഒരു ലുക്ക് ഇങ്ങനെ സ്റ്റീലുമാണ്, ഉള്ളിൽ ഗ്ലാസ്സൊക്കെ നല്ല ഫ്ലാസ്കാണത് സംഭവം. പക്ഷേ അതിൽ വാട്ടർ ഇട്ടിട്ട് ഇങ്ങനെ ലക്കി പാമ്പ് വെച്ചതാണ്. അതുപോലെ തന്നെ ഇത് പിന്നെ മണി പ്ലാന്റ് മണ്ണിലാണ് കുഴിച്ചിട്ടത്. അങ്ങനെ 1-2 ചെടികളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കണില്ല. ഇത് പിന്നെ അങ്ങനെ കെയർ ചെയ്ത് പോകുന്നുണ്ട്. 1-2 എനിക്കൊരു കിച്ചണിലൊക്കെ ആയാലും ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കിട്ടാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഞാൻ വെക്കണം. ഇങ്ങനത്തെ ഈ ചെടിപ്പിരാണ്ടുള്ളവരൊക്കെ നമ്മൾ വീഡിയോ കാണണ്ടേ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ട് വെക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം. ഇൻഷാ അല്ലാ ഷെഫി ഉസ്താദ് ഗൾഫിലേക്ക് പോകട്ടോ. ആരും വിഷമിക്കണ്ട. ഷെഫി ഉസ്താദിന് നല്ല ജീവിതം കിട്ടും, നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളെ സിനാന് വിഷമിച്ച് നിൽക്കുകയാണ്, എല്ലാവർക്കും അറിയാം. സിനാൻ്റെ കാര്യത്തിൽ വിഷമമായി എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഒക്കെ ഇൻഷാ അല്ലാ സെറ്റാവും. അതുപോലെ മുംതാസ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ കഥാപാത്രങ്ങൾ ദുഃഖിപ്പിക്കുന്നവരും സന്തോഷിപ്പിക്കുന്നതൊക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഓരോ വീഡിയോ വിടുമ്പോൾ അതിൻ്റേതായിട്ട് കമൻറ്റ് ഇങ്ങനെ വരും കേട്ടോ. പല രീതിയിലും വരും. ഞാൻ നിങ്ങളൊരിക്കലും കുറ്റം പറയില്ല. കാരണം നിങ്ങൾക്ക് ഓരോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനത്തെ കമൻറ്റ് വരുന്നത് അല്ലേ. നുസൈബാനോടായാലും പിന്നെ ഷമ്മാസിനോടായാലും പിന്നെ മുംതാസിനോടും ഒക്കെ ആയാലും ഓരോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കമൻറ്റൊക്കെ വിടുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഇൻഷാ അല്ലാ നമുക്ക് നൂർ ഫാത്തിമയുടെ കഥ കാണാട്ടെ. ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ. ഇന്ന് പറ്റുന്നവർ ഇന്ന് കാണണ്ട, നാളെ ആകുമ്പോൾ തന്നെ ഇൻഷാ അല്ലാ നാളെ പകൽ എല്ലാം കഴിഞ്ഞ് ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷം ഒഴിവുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതിട്ട്, ഒരിക്കലും നിർബന്ധിക്കണില്ല. അപ്പോൾ പഠിച്ചവനെ അള്ളാഹുവേ എൻ്റെ സ്റ്റോറി കേൾക്കണ എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് നല്ല സാമ്പത്തിക ശേഷി പഠിച്ചവൻ നൽകട്ടെ. എന്തെങ്കിലും തെറ്റ് കുറ്റുണ്ടെങ്കിലൊക്കെ പറഞ്ഞു തരണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര അറിവൊന്നുമില്ലല്ലോ, ഒക്കെ പറഞ്ഞു തരിക. നിങ്ങൾ പറഞ്ഞതൊക്കെ ഇൻഷാ അല്ലാ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അത്താഴത്തിന് എന്താ നിങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കൽ? അത്താഴത്തിന് സാധാരണ രീതിയിൽ ചോറുണ്ടാക്കും. പിന്നെ കുട്ടികൾക്കൊന്നും ചോറ് വലിയ ഇഷ്ടമില്ല അത്താഴത്തിന്. എനിക്കും ഇഷ്ടമില്ല കേട്ടോ. ഞാനിങ്ങനെ സാധാരണ കടിയാണ്, പത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ബാക്കി തിന്നു. പിന്നെ ഇന്നത്തെ ഫുഡ് ഇത് അത്താഴത്തിനുള്ളത് സെറ്റാക്കി ഇങ്ങനെ വെച്ചേക്കണം. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കി തന്നെ. ചോറ് ആരും കഴിക്കാത്തത് കൊണ്ട് പിന്നെ വെറുതെ കളയാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചിട്ടില്ല. കടി കുറേ ബാക്കിയുണ്ട്, പത്തിരി ഉണ്ട്, ഇറച്ചിക്കറി ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് കാണട്ടോ. അടുത്ത സ്റ്റോറിയിലൂടെ ഷെഫി ഉസ്താദിൻ്റെയും സീനത്തിൻ്റെയൊക്കെ കഥ വരും. ആരും വിഷമിക്കണ്ട. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.